എടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കും. ആ തോന്നിയത് നേടിയെടുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയാതെയാവുന്ന സമയത്ത് നമ്മളെ ഒന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. ഇത് നിങ്ങളെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ചിന്താഗതിയിൽ നിന്നുണ്ടാകുന്നതാണ്. വാസ്തവത്തിൽ ഇതിനെങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കാമെന്നോ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വേണമെന്നൊരാഗ്രഹം ഉണ്ടായെന്നിരിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ ചിന്തകളെ രണ്ടായി വിഭജിക്കാം. മനസ്സിൽ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്, ഒരാഗ്രഹമുണ്ടായിട്ടുണ്ട്. ആഗ്രഹമുണ്ടാകുന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. എന്നാൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങളും പ്രാക്ടിക്കൽ അല്ല. ആ ആഗ്രഹങ്ങളെല്ലാം വിൻ ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങളെ അവിടെ വെച്ച് തന്നെ പരിശോധിച്ച് ഈ ആഗ്രഹം വേണ്ട, ഇതുപേക്ഷിക്ക് എന്ന് പഠിപ്പിക്കലാണ് ഒരു രീതി. മറ്റൊരു രീതി, ഈ ആഗ്രഹിക്കുന്നത് ജെന്യൂനാണോ, എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ആഗ്രഹമാണോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് നേടിയെടുക്കാൻ കഴിയുന്നൊരാഗ്രഹമാണ് അതെങ്കിൽ അത് എങ്ങനെ നേടിയെടുക്കണമെന്നുള്ളതിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളെക്കുറിച്ച് ചിന്തിക്കുക. മാത്രമല്ല, ഇത് നേടിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഗുണമെന്നും എന്താണ് ദോഷമെന്നും ചിന്തിക്കുക. ഇത്രയും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളെ പിന്നീട് എക്സിക്യൂട്ട് ചെയ്യാം. ഇത്രയും ചിന്തിക്കുവാൻ നിങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയുന്നതാണ് നല്ലത്. ഇനി ഇമോഷൻസിൻ്റെ കാര്യമെടുക്കാം. നിങ്ങൾ ഒരു വ്യക്തിയുടെ കാരണത്താൽ ഒരു ഇമോഷനിൽ അകപ്പെട്ടു എന്നിരിക്കട്ടെ. ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് ദേഷ്യം വരുന്നു, ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് സങ്കടം വരുന്നു, ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് സന്തോഷം വരുന്നു. അപ്പോഴെല്ലാം സ്വാഭാവികമായി ആ ഇമോഷൻ അങ്ങനെ തന്നെ പ്രവർത്തിക്കാനല്ലേ നമ്മൾ സമ്മതിക്കുന്നത്? എന്നാൽ ആ വ്യക്തി പറയേണ്ടത് പറയുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. ഇനി ഞാനിവിടെ എന്ത് പറയണം, എന്ത് ഫീൽ ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണെന്ന് ബോധപൂർവം ചിന്തിച്ച്, ഞാനിവിടെ കരയണോ, ഞാനിവിടെ ദേഷ്യപ്പെടണോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണെന്നും ഞാൻ ആരുടെയും റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാവയല്ല, ഒരു റോബോട്ടല്ല എന്നുമുള്ള ബോധത്തോടുകൂടെ എൻ്റെ പ്രതികരണം എന്തായിരിക്കണം എന്നുള്ളത് ചിന്തിക്കുവാനുള്ള കഴിവ് നമുക്കില്ലേ? ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ അതിനെ അനുവദിക്കാറില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരാൾ പച്ചയ്ക്ക് വിമർശിക്കുകയോ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ, ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംഭാഷണത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ചിന്തിക്കുന്നത് ആ വ്യക്തി തിരിച്ചും ഹർട്ട് ചെയ്യുന്ന ഒരു 4 ഡയലോഗ് പറയണം, അപ്പോൾ മാത്രമാണ് ഞാൻ വിജയിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് നമുക്ക് സോഷ്യലി അൺകോൺഷ്യസ്ലി കിട്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. പക്ഷെ വേണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയും ചിന്തിച്ചുകൂടെ? അതായത് വിജയിക്കാൻ മറ്റൊരു മാർഗം കൂടെ ഉണ്ടല്ലോ ഈ ആർഗ്യുമെൻറ്റിൽ. അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഞാൻ തീരുമാനിക്കുന്നു, ഞാനൊന്നും തന്നെ പ്രതികരിക്കില്ല. എന്നിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുവാനുള്ള യോഗ്യത ആ വ്യക്തിക്ക് ഇപ്പോഴില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചുകൂടെ? ഇതും ഒരു പ്രതികരണമല്ലേ? ഒന്നും പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതും ഒരു പ്രതികരണമല്ലേ?